Hi friends, welcome back to Spices and Flavors. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. പാവയ്ക്ക വിന്താലു. വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പിയാണ്. ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ഒരു വലിയ പാവയ്ക്ക ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ പാവയ്ക്കയിൽ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ കയ്പ്പ് ടേസ്റ്റ് ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരുപാട് ക്രിസ്പി ആയിട്ട് പോവൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ പീസായിട്ട് അരിഞ്ഞതാണ്. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ്, പെരുംജീരകമല്ല. ഇനി ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് മല്ലിപ്പൊടിയും ചേർക്കാവുന്നതാണ്. മല്ലിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അവസാനം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. ഞാനിപ്പോൾ ഇവിടെ 5 കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. മാത്രമല്ല ഗ്രേവി നല്ല തിക്നെസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടി മൂത്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 2 സവോള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി ഒരു പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സവോള വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് മസാല അരച്ചെടുക്കാം. ഇതുപോലെ ഒട്ടും തരിയില്ലാതെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ സവോള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീഫ് വിന്താലും ചിക്കൻ വിന്താലും പോർക്ക് വിന്താലും ഒക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ പാവയ്ക്ക വിന്താലും ആദ്യമായിട്ട് കാണുമായിരിക്കും. ഇതെൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പാവയ്ക്കയുടെ ചെറിയ കയ്പും എരിവും പുളിയൊക്കെ കൂടി കലർന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടാവും. ഈ സവോളയിൽ നന്നായിട്ട് മസാല വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് ടൊമാറ്റോ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അതിനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെറിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം.
നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം ചേർക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എസ്പെഷ്യലി എന്നെ പോലെ പാവയ്ക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ കറി നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ച് കിട്ടണം. അതിനായിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. ഇനി നമുക്ക് തുറന്നു നോക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മാത്രമല്ല കാശ്മീരി മുളക് നമ്മൾ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ കറിക്ക് നല്ല തിക്നെസ്സും ഉണ്ട്, നല്ല കളറും ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. നിങ്ങൾ ആദ്യം 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് നോക്കണം. അതിനുശേഷം പുളി കുറവാണ് തോന്നുകയാണെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്താൽ മതി. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ എരിവും പുളിവും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഷുഗർ ചേർക്കാം. ഷുഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസ് ശർക്കര ചേർത്താലും മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പതിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക വിന്താലു റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.